വിശുദ്ധ ബൈബിളിൽ 2 ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൽ മോവാബ് യഹൂദ്യ ദേശത്തെ ആക്രമിക്കുവാൻ പോകുന്ന അറ്റാക്ക് ചെയ്യുന്ന ഒരു പശ്ചാത്തലം, ഒരു ചരിത്ര സംഭവമുണ്ട് യഹോശാഫാത്തിൻ്റെ കാലഘട്ടത്തിൽ. എന്നാൽ ആ ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ യഹോശാഫാത്തിൻ്റെ നേരെ അവർ യുദ്ധത്തിന് വരുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൻ്റെ പുതിയ പ്രാകാരത്തിൻ്റെ മുമ്പിൽ യഹൂദിയെയും യെരുശലേമിൻ്റെ സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരുന്ന ഒരു യഹോശാഫാത്തിനെ നമുക്കവിടെ കാണാം. എപ്പോൾ? ഒരു യുദ്ധമുണ്ടായപ്പോൾ, ഒരു യുദ്ധശ്രുതി കേട്ടപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന ചിന്തയിൽ പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ഒരു പ്രതിസന്ധിയുടെ നടുവിൽ യഹോശാഫാത്ത് കടന്നുപോയപ്പോൾ യഹോശാഫാത്ത് എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നു. അല്ലേ? ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നിമിഷങ്ങളിൽ നമുക്ക് പരിഹാരം തരുന്ന ആ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവസന്നിധിയുണ്ട്. ദൈവസന്നിധിയിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. ഈ ലോകത്തിലെ മതങ്ങൾക്കും മനുഷ്യർക്കും വ്യക്തികൾക്കും സംഘടനകൾക്കും എത്ര ഉന്നത നിലവാരത്തിലിരിക്കുന്ന വ്യക്തിയെന്ന് പറയുന്നവർക്കും പരിഹരിക്കുവാൻ കഴിയാത്തതെല്ലാം ദൈവത്തിന് പരിഹരിക്കുവാൻ കഴിയും. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്നാണ് ബൈബിൾ ചോദിക്കുന്നത്. യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ ചെന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ യഹോശാഫാത്ത് പറയുന്നുണ്ട്, ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ. ഇപ്പോൾ ഈ മഹാമാരി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വളരെയധികം സുപരിചിതമാണ് ആ വാക്ക്. ആ പദം നമുക്ക് വളരെ സുപരിചിതമായി കഴിഞ്ഞു, മഹാമാരി എന്ന വാക്ക്. അപ്പോൾ യഹോശാഫാത്ത് പറയുകയാണ്, ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് നേരെ വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിൻ്റെ മുൻപിലും നിൻ്റെ സന്നിധിയിലും നിന്ന്, നിൻ്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ, ഞങ്ങളുടെ സകല സങ്കടങ്ങളിൽ നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും. അപ്പോൾ യുദ്ധമോ ന്യായവിധിയോ ക്ഷാമമോ ഭൂകമ്പമോ മഹാമാരിയോ ജീവിതത്തിൽ ഏത് നിലയിലുള്ള പ്രതിസന്ധികൾ വന്നാലും ദൈവമേ നിൻ്റെ സന്നിധിയിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്നാണ് യഹോശാഫാത്ത് എന്ന അത്രയും ഉന്നതനായ ശക്തനായ ഒരു മനുഷ്യൻ പറഞ്ഞത്. താഴേക്ക് വരുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടു എന്ന് അറിയത്തുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് ഉയർത്തുന്നു. ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാത്ത, എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൻ്റെ നടുവിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോടതൊന്ന് പറയാൻ കഴിയുമോ? യഹോശാഫാത്ത് രാജാവ് പറഞ്ഞതുപോലെ നിങ്ങളുടെ കണ്ണ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഒന്ന് ഉയർത്തുവാൻ കഴിയുമോ? ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവിടെ എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ ആ പ്രാർത്ഥന യഹോശാഫാത്ത് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് വന്നു. 14-ാം വാക്യം, അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മിദ്യാനാവിൻ്റെ മകനായ ഏയിലിൻ്റെ മകനായ ബനായാവിൻ്റെ മകനായ സക്രിയാവിൻ്റെ മകൻ യഹസ്യേൽ എന്നൊരു ലേവ്യൻ്റെ മേൽ വന്നു. ആ മനുഷ്യൻ എന്താണ് പറഞ്ഞത്? അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദരൊക്കെയും യെരുശലേം നിവാസികളൊക്കെയും യഹോശാഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവിൻ, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രേ. ഈ വലിയ പ്രതിസന്ധികൾ നിമിത്തം, ഈ വലിയ സമൂഹം നിമിത്തം, ഈ സാഹചര്യങ്ങൾ നിമിത്തം നിങ്ങൾ ഭ്രമിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്.
ആര് പറഞ്ഞു? ആ ചെറുപ്പക്കാരൻ്റെ മേൽ വന്ന പരിശുദ്ധയാത്മാവ്, യഹോവയാകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് സംസാരിച്ചു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഏത് വെല്ലുവിളികളുടെയും രോഗങ്ങളുടെയും മഹാമാരികളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്, നിങ്ങളുടെ മനസ്സ് തളർന്നു പോകരുത്, നിങ്ങൾ തകർന്നു പോകരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ യുദ്ധവൈഭവമോ ബുദ്ധിസാമർഥ്യമോ അല്ല. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യഹോവയാണ്, സർവശക്തനാകുന്ന ദൈവമാണ്. അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ നിന്ന് നമ്മെ അറിയിക്കുന്നു, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ഒന്നാമതായി പരിശുദ്ധാത്മാവ് അറിയിച്ചത്, നിങ്ങൾ അല്ല യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി യഹോവയാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങളെ കണ്ടോ പ്രതിസന്ധികളെ കണ്ടോ നിങ്ങളുടെ മനസ്സ് തകർന്നു പോകരുത്. രണ്ടാമതായി ദൈവം പറയുന്നു, നിങ്ങൾ ഉറച്ചു നിൽക്കണം, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒന്നും കണ്ടുകൊണ്ട് നിങ്ങൾ ഭ്രമിക്കരുത്. ഇനി അതിൻ്റെ താഴേക്ക് വരുമ്പോൾ, യഹോശാഫത്ത് മോവാബിനെയും അമോനിനെയും എങ്ങനെയാണ് നേരിട്ടത്, എങ്ങനെയാണ് തോൽപ്പിച്ചത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായി ആ പ്രതിസന്ധിയുടെ, ആ യുദ്ധത്തിൻ്റെ ശ്രുതിയുടെ, വെല്ലുവിളിയുടെ നടുവിൽ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ കൂട്ടത്തിലുള്ള യഹസ്യേൽ എന്ന ലേവിൻ്റെ മേൽ വന്നു. ആ ലേവ്യൻ ഇങ്ങനെ പ്രവചിച്ചു, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യുമെന്ന് പ്രവചിച്ചു. ശ്രദ്ധിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യുദ്ധത്തെ, ഈ പ്രതിസന്ധിയെ എങ്ങനെയാണ് യഹോശാഫത്ത് നേരിട്ടത്? യഹോശാഫത്ത് നിന്നുകൊണ്ട്, യഹൂദരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കുവിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും, അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിക്കുവിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ അവിശ്വസിപ്പിക്കുവാൻ, നമ്മളെ സംശയിപ്പിക്കുവാൻ, നമ്മുടെ ചിന്തയിൽ രണ്ട് ചിന്തകൾ കൊണ്ടുവരുവാൻ പിശാച് വ്യത്യസ്തമായ വഴികളൊക്കെ ഉപയോഗിക്കും. പക്ഷേ അതിൻ്റെ നടുവിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. തൻ്റെ ദാസന്മാരിൽ, പ്രവാചകന്മാരിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണം, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. ഇംഗ്ലീഷിൽ അതിൻ്റെ റൈറ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് പ്രോസ്പർ ആകും, അല്ലെങ്കിൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആകും എന്നൊരു അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 21-ാമത്തെ വാക്യം, വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിൻ്റെ മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിക്കുവാനും അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദിക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബരുടെയും സെയിൻ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. എങ്ങനെയാണ് മോവാബിരെ തോൽപ്പിച്ചത്? എങ്ങനെയാണ് അമ്മോന്യരെ യഹോശാഫത്തും സൈന്യവും തോൽപ്പിച്ചത്? അവരെന്താണ് ചെയ്തത്? ബോംബോ, മിസൈലോ, തോക്കോ, കല്ലോ, വാളോ, വടിയോ, അമ്പോ ഒന്നുമല്ല ഉപയോഗിച്ചത്. പാടാനും പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും ആരാധിക്കാനും അറിയാവുന്ന ഒരു കൂട്ടത്തെ മുന്നിൽ നിർത്തി അവർ ഒന്നിച്ച് വാ തുറന്ന് സ്തുതിച്ചു, അവർ ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ചു, അവർ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ ദൈവമഹത്വം വെളിപ്പെട്ടപ്പോൾ ദൈവശക്തിയുടെ മുൻപിൽ ശത്രുപാളയം പരാജയപ്പെട്ടു. 26-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 4-ാം ദിവസം അവർ ബറാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബറാഖ താഴ്വര എന്ന് പേർ വിളിച്ചു വരുന്നു. എന്താണ് ബറാഖ എന്ന വാക്കിൻ്റെ അർത്ഥം? സ്തുതിയുടെ താഴ്വര. അത് സ്തുതിയുടെ താഴ്വരയായി തീർന്നപ്പോൾ, ദൈവസാന്നിധ്യം വെളിപ്പെട്ട താഴ്വരയായി തീർന്നപ്പോൾ ശത്രു സൈന്യവും അവിടെ തന്നെയാണ് പരാജിതരായത് എന്ന ചരിത്രം നാം മറന്നു പോകരുത്. 27-ാമത്തെ വാക്യത്തിൽ വേർഡ് 27, 2 ദിനവൃത്താന്തം 20-ന്റെ 27-ാം വാക്യം, യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകി. എങ്ങനെയാണ് അവർ ശത്രു സൈന്യത്തെ, അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധിയെ അവർ ജയിച്ചത്? 1, പ്രാർത്ഥന. 2, പരിശുദ്ധാത്മാവ് പറഞ്ഞ
ആ വാക്ക് കേട്ട് ആ വാക്കിൽ വിശ്വസിച്ച് ഉറച്ചു നിന്ന ആ അനുഭവം. 3, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ആ പ്രതിസന്ധിയുടെ നടുവിലും ആ വെല്ലുവിളിയുടെ നടുവിലും ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അവർ കാണിച്ച അവരുടെ വിശ്വാസവും അവരുടെ മനോഭാവവും. ആ ഒരൊറ്റ കാരണം കൊണ്ട് 27-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ശത്രുക്കളുടെ മേൽ യഹോശാഫാത്തിനും കൂട്ടത്തിനും ആ സാമ്രാജ്യത്തിന് ആ സൈന്യത്തിന് ജയമുണ്ടായി, ജയസന്തോഷമുണ്ടായി. 29-ാമത്തെ വാക്യം, യഹോവ ഇസ്രായേലിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തെന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ദേശത്തിലെ സകല രാജ്യങ്ങളുടെ മേൽ വന്നു. അങ്ങനെ അവൻ്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് യഹോശാഫാത്തിൻ്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. ഇന്ന് ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ ജീവിതത്തിൽ സ്വസ്ഥതകളില്ലാതെ വെല്ലുവിളികൾ മാത്രം കേട്ടുകൊണ്ട് മഹാമാരി, യുദ്ധശ്രുതികൾ, ക്ഷാമങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിവിധ നിലകളിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ യഹോശാഫാത്ത് എടുത്ത ആ സ്റ്റെപ്പ് നമുക്കും എടുക്കാൻ കഴിയണം. 1, വെല്ലുവിളിയുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ചെന്ന് അപേക്ഷിച്ചു. താൻ രാജാവാണെന്നും തനിക്ക് സൈന്യമുണ്ടെന്നും ഒന്നും താൻ ഓർത്തില്ല. താൻ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുൻപിൽ ആ വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ലേവ്യനായ യെഹസ്യേലിൻ്റെ മേൽ വന്നത്. യെഹസ്യേൽ ആത്മാവിൽ പ്രവചിച്ചു, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ഉറച്ചു നിൽക്കുവിനെന്ന് പ്രവചിച്ചു. അതിനെ വിശ്വസിച്ച് അവർ മുന്നോട്ട് പോയി. എന്നിട്ട് അവർ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ബെറാക്ക താഴ്വരയിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാനിടയായി. അതുകൊണ്ട് അവർക്ക് ജയമുണ്ടായി. ജയം മാത്രമല്ല, ജയത്തോടൊപ്പം സന്തോഷമുണ്ടായി. ജയവും സന്തോഷവും മാത്രമല്ല, അവരുടെ രാജ്യത്തിന് സ്വസ്ഥതയുണ്ടായി. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാറ്റമില്ലാത്ത വചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഏത് അവസ്ഥകളിലും ദൈവത്തിൻ്റെ ആലോചനകളെ സംശയിക്കാതെ വിശ്വസിക്കാൻ കഴിയണം. ഏത് അനുഭവങ്ങളുടെ നടുവിലും ജീവനുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഒരു ജയമുണ്ടാകും.